എക്സ്പീരിയൻസ് ആയിരുന്നു കേസ് രണ്ടും അല്ലേ? ഇനി സ്റ്റൺ ഷോ, അതാണ് ലാസ്റ്റ് ഷോ. അത് കഴിഞ്ഞാണ് സോറി. ഹായ് ഗൈസ്, സോ നമ്മൾ ഹൈദരാബാദാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് വി ആർ എക്സ്പ്ലോറിങ് രാമോജി ഫിലിം സിറ്റി ടുഡേ. അപ്പോൾ ഇതൊരു 1 ഡേ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. സിറ്റിയിൽ നിന്ന് അറൗണ്ട് 1 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ ഇവിടെ എത്താനായിട്ട്. നമ്മൾ കാറിലാണ് വന്നത്, പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ടും എടുക്കാം. ഓഫ്ലൈനായിട്ട് എടുക്കുമ്പോഴുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ്. ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഫുൾ നോർമൽ സ്റ്റുഡിയോ ടൂറിൻ്റെ ക്യൂവും വെയിറ്റിംഗും ഒക്കെയാണ്. ഇത് തിരക്കായി വരുന്നു. 9 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മളെടുത്തത് ഈ ഫെസ്റ്റീവ് സെലിബ്രേഷൻ സ്റ്റാർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എൻട്രിക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇവിടെ വന്ന് കയറിയാൽ മതി. നമ്മളതാണ് എടുത്തത്. ഫെസ്റ്റീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് പിടിക്കാം. 9 to 9 PM ആണ്. അപ്പോൾ ലെറ്റ്സ് സീ. ഇപ്പം നമ്മളിവിടെ എത്തിയതാകുമ്പോൾ ക്യൂ ഒന്നും നിൽക്കണ്ട, നേരെ കയറി ചെന്നാൽ മതി. VIP ലോഞ്ചൊക്കെയാണ്. സോ ഇതെങ്ങനെയാണ് ലൗഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നത്? AC ലൗഞ്ചാണ്. നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം വന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാമോജി ഫിലിം സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഈവൻ അവിടെ സ്റ്റേ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറേ പാക്കേജസ് ഉണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട്. സോ യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്കിവിടെ നിന്ന് ചോക്ലേറ്റ് ബോക്സും അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും കിട്ടുന്നതാണ്. നമ്മൾ AC ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടൂർ സ്റ്റാർട്ട് ചെയ്യും. ബസ്സിൽ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെടുക്കുകയാണെങ്കിൽ സ്റ്റാർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഉണ്ട്. നോർമൽ സ്റ്റുഡിയോ ടൂറിൽ എന്തോ സ്പെഷ്യൽ പാക്കേജ് എടുക്കുകയാണെങ്കിലാണ് AC കിട്ടുക, അല്ലെങ്കിൽ നോർമൽ ബസ്സിലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ സ്ഥലം ഇങ്ങനെ ഈ ബസ്സിൽ പോയിട്ട് അവർ ഇറക്കും. ഓരോ സെറ്റും ആ ഒരു ഡേ ഫുൾ ഈ ബസ്സിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. 1666 ഏക്കറിൽ സ്പ്രെഡായി കിടക്കുന്ന വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിലിം സ്റ്റുഡിയോ ആണ് കേട്ടോ രാമോജി ഫിലിം സിറ്റി. സോ അതെ, നമ്മൾ ആ ബസ്സിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഓപ്പണിംഗ് സെറമണി കാണാൻ പോവാണ്. രാമോജി ഫിലിം സിറ്റിന്ന് എഴുതിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ടാവും. സോ ഞങ്ങൾ ഓപ്പണിംഗ് സെറമണി അവിടെ, അത് കഴിഞ്ഞ് എന്തോ ലൈവ് പെർഫോമൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഐ വിൽ ഷോ യു ഗൈസ്. ഇതാണ് ദിസ് ഇസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരുടെയും ഫോട്ടോയിൽ രാമോജി ഫിലിം. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് ഓപ്പണിംഗ് സെറമണി നടക്കുന്ന സ്ഥലം. സോ ഇങ്ങനെ അവിടുത്തെ ഡോർ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഓപ്പണിംഗ് സെറമണി തുടങ്ങുന്നത്. അപ്പോൾ ഡാൻസ് പെർഫോമൻസസ് ഒക്കെയാണ് ആദ്യം. അവിടെ ചെറിയൊരു പെർഫോമൻസ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുള്ളിലേക്ക് കയറി കഴിഞ്ഞ് അന്ന് ദിവാലി ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പെർഫോമൻസ്. ഇനി വീണ്ടും നമ്മൾ ബസ്സിൽ കയറി പോവാണ്. സെറ്റുകൾ കാണിച്ച് ബാഹുബലി സെറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ലഞ്ച് കഴിക്കാൻ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബസ്. നമ്മൾ നേരത്തെ വന്ന ബസ് ജസ്റ്റ് ഡ്രോപ്പ് ആയിരുന്നു. ഇനി ചുമന്ന ബസ്സിലാണ് പോകുന്നത്. നൈസ് അല്ലേ? ആ ബസ് ടൂർ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറേ സ്ഥലങ്ങൾ അവർ ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഇത് ഹവാ മഹലാണ്. പിന്നെ കുറേ ഗാർഡൻസ്, അവിടെ ഏതൊക്കെ സോങ്സ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ നമ്മുടെ ടൂർ ഗൈഡ് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഇത് ഇന്ത്യ ഗേറ്റ്. പിന്നെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. പക്ഷെ ഇവിടെ ഒന്നും നിർത്തത്തില്ല. ഇതാണ് യൂറോപ്യൻ സ്ട്രീറ്റ്. അവിടെയാണ് നമുക്ക് ഡ്രോപ്പ് പോയിന്റ് കിട്ടിയത്. ഇത്ര നേരം വണ്ടിയിലിരുന്ന് കാണുമായിരുന്നു. സോ ഈ യൂറോപ്യൻ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തോ ഒരു ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടിയും കാണണം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ലൈവ് മോഷൻ ക്യാപ്ചർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ഫുൾ സെൻസേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയുള്ളൊരു പുള്ളിക്കാരിയുടെ മേത്ത്. അപ്പോൾ ആ പുള്ളിക്കാരി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ആനിമേറ്റഡ് ആയിട്ട് അവതാർ അതേപോലെ മൂവ് ചെയ്യുന്നതായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ലൈവായിട്ട് അവർ നമുക്കവിടെ ചെയ്ത് തരുന്നുണ്ട്. ഇറ്റ് വാസ് നൈസ്. ഇതുണ്ട് ആ യൂറോപ്പ് സ്ട്രീറ്റിൻ്റെ വേറൊരു ഭാഗമാണ്. ഭയങ്കര എംറ്റിയായി കണ്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തത്. നല്ല രസമുണ്ട് അല്ലേ? പിന്നെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് പുഷ്പ 2ൻ്റെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് മഹാഭാരതം സെറ്റ് ഇട്ടേക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരുപാട് കഫേസും ജ്യൂസും ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വിശക്കും കുറച്ച് കഴിയുമ്പോൾ. അത് കുറേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല
റെയിൽവേ സ്റ്റേഷൻ അല്ലേ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ ഫീലുണ്ട്. എല്ലാവരും വന്നിട്ടും തിരക്ക് കണ്ടിട്ടില്ലേ, ഭയങ്കര റിയലിസ്റ്റിക് ഫീല്. എല്ലാവരും പിന്നെ അവിടെ മറ്റേ ട്രെയിനിൽ ഓടിക്കയറുന്ന സീൻ എടുക്കുന്ന തിരക്കിലായിരുന്നേ. തിരക്ക് പറഞ്ഞപ്പോൾ ഞാനും ഒരെണ്ണമൊക്കെ എടുത്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ടൂർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നോർമൽ ടിക്കറ്റ് എടുത്തവർ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സീനാണിത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ദ ഫേമസ് ബാഹുബലി സെറ്റിലേക്കാണ്. ഇതേ എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ എൻട്രൻസ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഭയങ്കര തിരക്കാണ്. ഇതേ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. ആൻഡ് നല്ല വെയിലുള്ളതുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അതെ എല്ലാം ഉണ്ട്. ഭയങ്കര പാടാണ് ഇത് ഫുൾ കവർ ചെയ്യാൻ. ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം. നിങ്ങളെപ്പോഴെങ്കിലും വന്ന് കാണുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇതാ നമ്മുടെ ദേവസേനനെ കെട്ടിയിട്ട സ്ഥലം. പറ്റുമെങ്കിൽ വീക്ക് ഡേയ്സ് ഒക്കെ വരും, അതായിരിക്കും ബെറ്റർ. സോ ഇതാണ് ബാഹുബലി സെറ്റ്. നിങ്ങൾ രാമോജി ഫിലിം സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി അധികം വീഡിയോ ഒന്നും ഇവിടെ ഷൂട്ട് ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഒരു മരം, അവിടെ ഇത്തിരി തണലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ വന്നിരിക്കുകയാണ്. ശരത്തും അടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിൽ കുഴപ്പമില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഉച്ചയാണെങ്കിലും, അതായത് നട്ടുച്ച 12 മണിയാണ്, അത്രയ്ക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല തിരക്കാണ്. ആക്ച്വലി നമുക്കിങ്ങനെ ഭയങ്കര ക്രൗഡഡ് പ്ലേസിൽ വന്നൊരു ഫീലാണ്. അതുകൊണ്ട് അങ്ങനെ സെറ്റിൻ്റെ ഭംഗിയൊന്നും വരേക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഓവറോൾ ഒരു ഓക്കെയാണ്. എന്തായാലും രാമോജി ഫിലിം സെറ്റ് വരുമ്പോൾ ബാഹുബലി സെറ്റ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താന്ന് എനിക്കറിയില്ല. പിന്നെ ലഞ്ച് കഴിക്കണം, വിശക്കുന്നുണ്ട്, നോക്കട്ടെ. സോ ഇനി നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്ക്, അത് കഴിഞ്ഞ് ബേർഡ്സ് പാർക്കൊക്കെയാണ്. ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രൻസ്. പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും, വലിയവർക്കും രസമൊക്കെ ആയിരിക്കും. നോക്കട്ടെ എന്താ ഉള്ളത്. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡന്റെ എൻട്രൻസ്. ഓ അയ്യോ, ഓക്കെ, ഹായ്, നൈസ്. ബട്ടർഫ്ലൈസ് കുറവാണെന്ന് തോന്നുന്നു. മുകളിലാണ് ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓ, ക്യാമറയിൽ വരാൻ സാധ്യത കുറവാണത്. ഒന്നും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ബേർഡ്സ് പാർക്കിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ കുറേ താറാവും ഒക്കെ ഫ്ലമിംഗോസും ഒക്കെ ആയിട്ടാണ്. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ കാണുന്നതല്ലാത്ത ഇത് കണ്ടോ, ഈ തലയിൽ പൂവായിട്ട് ഭംഗിയുള്ള 2 സാധനങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ നമുക്കിത് തത്തകളെ കാണാം, പല വെറൈറ്റി. അതുവരെ കാണാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനത്തെ കാണിച്ചാൽ കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ടോ മോളിൽ കയറി ഒളിച്ചിരിക്കുന്നത്. ഭയങ്കര രസം അതിനെ കാണാൻ. മിക്സ് ഓഫ് കളേഴ്സാണ്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പാരറ്റ്സ്, എന്തൊക്കെ എനിക്ക് മനസ്സിലാവണില്ല അത്രയ്ക്ക്. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ടൈപ്പ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ത്യയിൽ നിന്നൊന്നല്ല കേട്ടോ, കുറേയൊക്കെ പുറത്തുനിന്നൊക്കെയാണ്. പക്ഷെ എന്ത് രസമാണെന്നറിയോ, സൗണ്ട് കേൾക്കണ്ടോ നിങ്ങൾ ഓരോന്ന് കരയുന്നതൊക്കെ. ഇതുണ്ട് ഇവിടെ എൻ്റെ പുറകെ കണ്ടൊരു സാധനം. ഇത് സെൽഫി എടുക്കാൻ വന്ന് നിൽക്കാൻ തോന്നുന്നു. അതിൻ്റെ ചുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ട. അപ്പം അങ്ങനെ ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ്. നിങ്ങളെന്തായാലും മസ്റ്റ് വന്ന് നോക്കണം കേട്ടോ. വരികയാണെങ്കിൽ ബേർഡ്സ് പാർക്ക് കുറേ വെറൈറ്റി ഉണ്ട്. ഓ നൈസ്. ഓപ്പൺ പാർക്കാണ് ഗൈസ്. പക്ഷികളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നു. കുറച്ചേ ഉള്ളൂ, മറ്റത്തെ വെറൈറ്റി ഒന്നുമല്ല. എനിക്കൊന്നിനും ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ടൈം ഫോർ ലഞ്ച്. ഇവിടെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ബട്ടർഫ്ലൈ പാർക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ്. നമ്മളെടുത്ത പാക്കേജിൽ ബൊഫേ ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുറകെ കാണുന്നിടത്തു നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ആൻഡ് ഇനി ബാക്കി പരിപാടികൾ പുള്ളി പറയും. ബസ് ടൂർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഫുഡ് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. ബട്ട് ഇനി പുള്ളി ഇവിടെ മീറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ബാക്കി സിനിമ റിലേറ്റഡ് പരിപാടികൾ ആണെന്ന് തോന്നുന്നു. നല്ല വെയിൽ, ഞാൻ ഇതിലും തണലിൽ നിൽക്കട്ടെ. അല്ലാതെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാനാണെങ്കിൽ വേറെയും കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ളത്. സ്റ്റാച്ചു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓ, ഇവിടെ ഇങ്ങനെ വിഷ്വൽ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇങ്ങനെ ഈ വണ്ടിയിൽ കയറി നമുക്ക് പോവാം ഉള്ളിൽ കൂടെ. അതിനുവേണ്ടി ക്യൂ നിൽക്കണം, വെയിറ്റ് ചെയ്യും. ഇതാണ് നമ്മളിതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പേര് ഫിൽമി ദുനിയ എന്നാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷ.
really nice. സിനിമ ഷൂട്ട് നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ ഇതൊരു മൂവി മേക്കിംഗ് പ്രോസസ്സിൻ്റെ ചെറിയൊരു ഡെമോ, ലൈക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ സൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്, ആൻഡ് ഫൈനൽ മിക്സ് എങ്ങനെയാണെന്നൊക്കെ. ഇത് ഫിലിമി സിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫുൾ ഫിലിം റിലേറ്റഡ് ഓരോ നെയിമൊക്കെ കൊടുത്ത് ആ ഒരു തീമിൽ. അപ്പോൾ നമ്മൾ ലവ് ആക്ഷൻ അയ്യോ സോറി നമ്മള് ഗൈസ് ഉറക്കം വന്നിട്ടാണ്, ക്ഷമിക്കണം. ലൈറ്റ് ആക്ഷൻ ക്യാമറ അതൊരു ഷോ ആയിരുന്നു. അതിന്റെ ക്ലിപ്പ് ഞാൻ കുറച്ചൊക്കെ എടുക്കാം. ലൈവ് ഷോ ആണ്, നൈസാണ് കേട്ടോ, നല്ലതാണ്. കുറെ ഫ്ലൂറസെന്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ആനിമേറ്റഡ് ആയിട്ടൊക്കെ കാണിക്കും. രസമുണ്ടായിരുന്നു ചെയ്തത്. അതൊരു 15 മിനിറ്റിന്റെ ഷോ ആണ്. ഇനി സ്പേസ് യാത്ര അവിടേക്കാ പോണത്. സ്പേസ് യാത്ര അത്ര നല്ലൊന്നല്ലായിരുന്നു കേട്ടോ. ഇതിൽ നല്ലത് 4DX എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന പോലെ. പിന്നെ നമ്മൾ എല്ലായിടത്തും ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് മുമ്പ് സൊവനിയർ ഷോപ്സ് ഉണ്ട്. നമ്മളെടുത്ത പാക്കേജിൽ അതിൻ്റെ കൂടെ ജസ്റ്റ് 89 റുപ്പീസിൻ്റെ കൂപ്പൺ ഉണ്ട്, ഓഫർ. അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ മേടിക്കാം. അപ്പം ഞങ്ങളിത് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ച്. ഞങ്ങൾ ഒരു സാധനം മേടിച്ചു കണ്ടിട്ട് കാണിച്ചുതരാം. ഇതിങ്ങനെ കിടന്ന് കുണുങ്ങും. പിന്നെ നമ്മൾ കണ്ടത് ഫുൾ ലൈവ് പെർഫോമൻസസുകളായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയാണ്. കുറച്ച് ഡാൻസ് പെർഫോമൻസസുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈ പേരിൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റിയത് സ്റ്റണ്ട് ഷോ ആണ്. ഒരു രക്ഷയിലായിരുന്നു. ഒരു കോമഡി മിക്സ് ആയിട്ടുള്ള സ്റ്റണ്ട് ഷോ ആയിരുന്നു. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ നോർമലി ഉള്ള ഷോസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സ്പിരിറ്റ് ഓഫ് രാമോജി ആ ഡാൻസ് ഷോ അത് കഴിഞ്ഞു. പിന്നെ സ്റ്റണ്ട് ഷോയും കഴിഞ്ഞു. അത് ലാസ്റ്റത്തെ 5:30 ആണ്. ഇനി ആക്ച്വലി ഫെസ്റ്റീവ് എടുത്താലും പ്രത്യേകിച്ച് ഇനി ഷോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കുറേ ലൈറ്റ്സ് ഉണ്ട്, അത് കാണാം. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ 6:30 പരേഡ്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളൂ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഇത് ഈ ഫെസ്റ്റീവ് സ്റ്റാർ ആകെ November 10th വരെ ഉള്ളൂ. അപ്പോൾ മറ്റേ നിങ്ങൾ നോർമൽ സ്റ്റുഡിയോ ടൂർ എടുക്കുന്നതിനേക്കാളും സ്റ്റാർ എടുക്കുവാണെങ്കിൽ ഈസിലി AC ബസ്സിലും പോവാം. എല്ലാ ക്യൂവും കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ്. സോ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ സമയമുള്ളതുകൊണ്ടും വെറുതെ ഇരിക്കേണ്ടതെന്നും വിചാരിച്ച് ഞാൻ ഈ റൈഡിൽ കയറി കേട്ടോ. നിങ്ങളെന്നെ കണ്ടോ? അതെ, ഭയങ്കര ബോറായിരുന്നു. നെക്സ്റ്റ് നമ്മളിത് ഇതിൽ കയറാൻ പോവാണ്. ഇത് കുറച്ചുകൂടി രസമുണ്ടാവും. നേരത്തെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ദിസ് വിൽ ബി നൈസ് എന്ന് തോന്നുന്നു. നോക്കാം. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് DJ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തേ. നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഓളൊക്കെ ആയിരുന്നു. ഹലോ, അപ്പോഴേ നമ്മുടെ രാമോജി ടൂർ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് അവിടെ DJ ആണ് അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പരേഡൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷെ നമ്മൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് തൽക്കാലം ബൈ പറയാൻ തീരുമാനിച്ചു. ഓൾറെഡി 7:30 ആയി. പിന്നെ ഇവിടുന്ന് 1 hour ഡ്രൈവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോണ വഴിക്ക് നല്ലൊരു ബിരിയാണി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ബിരിയാണി സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിച്ച് നേരെ പോകാമെന്ന് വിചാരിച്ചത്. നല്ല ടയേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രാമോജി ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. അപ്പോൾ നമുക്ക് ഹൈദരാബാദിലെ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. ബൈ. അയ്യോ, ബിരിയാണി കഴിച്ചത് കാണിച്ചില്ലെങ്കിൽ മോശമല്ല. അങ്ങനെ നല്ലൊരു അടിപൊളി ഹൈദരാബാദി ബിരിയാണി അന്ന് കഴിച്ചു കേട്ടോ.